അല്ലെങ്കിൽ ഇതൊരു കാര്യം ചെയ്യും, എന്റെ കാല് പിടിച്ചൊന്ന് കരയി. ആ കരിമ്പിന്റെ മനസ്സൊന്നിട്ട് അരിഞ്ഞ ചിലപ്പോ എന്നോട് പരിക്കേണ്ടി വിടും ഞാന്. ആ ഇക്ക വന്നോ? ഞങ്ങളെ കാത്തിക്കൈനോ? പോവാൻ വേണ്ടി വണ്ടിക്ക് പൈസ തരുമോ? എവിടക്ക്? എളാപ്പാന്റെ കുട്ടിന്റെ കല്യാണല്ലേ, അപ്പൊ എല്ലാരും വന്നിക്കണം. അതിന് 3 ദിവസം കൂടി ഇല്ലേ? ഇന്ന് തന്നെ പോണപ്പ അതിന്. അപ്പൊ അന്നൊക്കെ പോയിക്കോ പറഞ്ഞല്ലേ, പിന്നെ എന്താ ഇപ്പൊ അങ്ങനെ മാറ്റി പറയണേ? അന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കൂടെ, കല്യാണത്തിന് അന്ന് രാവിലെയാണ് പോവാ, അതുപോരെ? ഞാൻ ഓരോട് എല്ലാരോടും വരാ പറഞ്ഞേക്കണം. ഓലെല്ലാരും വിളിക്കുന്നുണ്ട് ഇങ്ങനെ. ഓരെല്ലാരും വിളിക്കണ്ടിച്ചിട്ട് എപ്പോഴൊന്നും ഇല്ലല്ലോ, ഒക്കെ വല്ലപ്പോഴും ഇല്ല ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാവണത്. എന്റെ വല്ലപ്പോഴും ഞാനോട് എന്താ പറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞില്ലേ, അത് മതി കേട്ടോ. പിന്നെ ഇളയമ്മ ഒളിച്ചുണ്ട്, എളാപ്പ ഒളിച്ചുണ്ട്, അത് ഇവിടെ പറയാൻ നിൽക്കേണ്ട കാര്യം ഇപ്പൊ എന്താ? അല്ലേ, ഈ ഇഞ്ഞും ഡ്രസ്സ് മാറ്റിയിട്ടില്ലേ? ഈ ഡ്രസ്സ് മാറ്റിയിട്ടായിരുന്നു എന്നെ പെരേക്ക് കൊടുന്ന വിചാരം? അതുകൊണ്ടൊന്നല്ല, എന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു പോയതാണ്. എന്താ അവസ്ഥ? എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കെഞ്ചണം, എന്നാലും പറഞ്ഞയക്കൂല. അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് പിന്നോട് ചോദിക്കാണ്ട് പനക്കാനെ പെരേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എന്റെ ഭർത്താവല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ ഈ ചോദിക്കണ മാതിരല്ലേ ചോദിക്കണ്ട്, ഒന്ന് കരഞ്ഞിട്ട് ഒന്ന് കണ്ണീരൊക്കെ ഒലിപ്പിച്ചിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടി മനസ്സറിഞ്ഞിട്ട് ഞാൻ പെരേക്കട് പറഞ്ഞേക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, എന്റെ കാല് പിടിച്ചൊന്ന് കരയി. ആ കരിമ്പിന്റെ മനസ്സൊന്നിട്ട് അരിഞ്ഞ ചിലപ്പോ എന്നോട് പെരേക്കട് വിടും ഞാന്. അല്ലാണ്ട് ഈ ഡ്രസ്സ് മാറ്റാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്റെ കണ്ണൊക്കെ നോക്കിയിരുന്ന ഞാൻ വിടൊന്നുമില്ല. ഇവിടെ എനിക്കൊരു ഫീൽ കിട്ടണ്ടേ? അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓ എന്താണോ പെരേക്ക് വിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ എന്റെ ഭർത്താവാണ് കേട്ടോ. ഇനി മോങ്ങാണ്ട് പോയി ഡ്രസ്സ് മാറ്റിട്ടൂട്, കല്യാണത്തിന് അന്ന് രാവിലെ കെട്ടിയെടുക്കാൻ. അങ്ങോട്ട് അവിടെ അമ്മായി വന്നു കേളാപ്പാ നിൽക്കുന്ന പോയി മാറ്റൂട്.